ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्य च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानंद माधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वतनाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरदो पङ्गोर्मम मन्दमतिर्गति सर्वस्य पादाम्बुजो राधामदनमोहनं तमादिदेवं करुणानिधानं तमालवर्णं सुहितावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं। परमानंद पाठाय प्रेमवर्षी अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तु मे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായം 51-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ധൃതരാഷ്ട്ര സഹ ഭ്രാത്ര ഗാന്ധാര്യാ ച സ്വഭാര്യയാ ദക്ഷിണേന ഹിമവതാ ഋഷീണാം ആശ്രമാം ഗതാം. ധൃതരാഷ്ട്ര സഹ ഭ്രാത്ര ഗാന്ധാര്യാ ച സ്വഭാര്യയാ ദക്ഷിണേന ഹിമാവതാ ഋഷീണാം ആശ്രമം ഗതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ധൃതരാഷ്ട്ര സഹ ഭ്രാതാ ഗാന്ധാര്യാ ച സ്വഭാര്യയാ ദക്ഷിണേന ഹിമവതാ ഋഷീണാമാശ്രമം ഗതാഃ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. അല്ലയോ രാജാവേ, അങ്ങയുടെ വലിയച്ഛൻ ധൃതരാഷ്ട്രവും വലിയമ്മ ഗാന്ധാരിയും പിതൃഭ്രാതാവ് വിതുരരും ഹിമാലയ പർവ്വതത്തിന്റെ തെക്കുഭാഗത്തെ ശ്രേഷ്ഠ മുനിമാരുടെ ആശ്രമത്തിൽ കഴിയുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരിബോൾ. O king, your uncle Dhritarashtra, his brother Vidura and his wife Gandhari have gone to the southern side of the Himalayan mountains where there are shelters of the great sages. അപ്പോൾ ധൃതരാഷ്ട്രനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിതുരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗാന്ധാരിയും കൂടിയിട്ട് എവിടേക്ക് പോയി? ഹിമാലയത്തിലേക്ക് പോയി. ഹിമാലയത്തിൻ്റെ സദേൺ സൈഡ് അല്ലേ, അതാണ് ദക്ഷിണ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സൂര്യനെ ഫേസ് നിൽക്കുമ്പോൾ നമ്മുടെ വലത് സൈഡ് ദക്ഷിണ ഭാഗം എന്ന് പറയാം. ഓക്കെ, സൂര്യനെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വലത് സൈഡ് ദക്ഷിണ. ദക്ഷിണ കൊടുക്കുക എന്ന് പറയും. അതായത് വലത് കൈ കൊണ്ട് കൊടുക്കണം നമ്മൾ എന്തെങ്കിലും ചാറ്റി കൊടുക്കുമ്പോൾ, അതാണ് ദക്ഷിണ എന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോവുക? സാധാരണ എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കാട്ടിലേക്ക് പോവുക? ഏത് സമയത്താണ് പോവുക? ഏത് ആശ്രമത്തിലാണ്? വാനപ്രസ്ഥം.
വാനപ്രസ്ഥം ഏത് വയസ്സിലാണ് തുടങ്ങുക നമ്മുടെ വേദിക് ഇത് പ്രകാരം? 50 വയസ്സിൽ 50 ശേഷം 51. അതുകൊണ്ടാണ് ഹിന്ദിയില് നമ്മൾ വരുമ്പോ 51 എന്ന് പറഞ്ഞു. 51 എന്ന് പറഞ്ഞാൽ വനം. 51ാമത്തെ വയസ്സിൽ വനത്തിൽ പോകണമെന്ന്. നമ്മളൊക്കെ പോകേണ്ട സമയമായി. 51 എന്ന് പറഞ്ഞാൽ 51 അല്ലേ? അതായത് വനം. 51ാമത്തെ വയസ്സിൽ അവിടെ പോകണം, വനം. നമ്മളുടെ ഗൃഹമെല്ലാം വിട്ടിട്ട് നമ്മൾ വനത്തിലേക്ക് പോകണം. എന്തിനാ വനത്തിലേക്ക് പോകുന്നത്? പൂർണ്ണമായിട്ടും ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ഇടപെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, സ്പിരിച്വൽ എമാൻസിപ്പേഷന് വേണ്ടിയിട്ട്, ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കമാനമാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വനത്തിലേക്ക് പോകണമെന്ന് പറയുന്നത്. പല ആൾക്കാരും വീട് വിട്ട് ഇറങ്ങും, പല കാരണമായിരിക്കും. ചില ആൾക്കാരെ വീട് വിട്ട് പോകുന്ന എന്തിനായിരിക്കും? എന്തെങ്കിലും ലൗകിക സുഖം തേടിയിട്ടായിരിക്കും, ഭൗതിക സുഖം തേടിയിട്ട്, ഇന്ദ്രിയ തൃപ്തി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ചില ആൾക്കാർ വീട് വിട്ടു പോകുന്നത് ഇതേ സമയത്ത് വനത്തിലേക്ക് വാനപ്രസ്ഥം അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മളുടെ ഗ്രന്ഥങ്ങളില്, ശാസ്ത്രങ്ങളില് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ? കൃഷ്ണനും വനത്തിലേക്ക് പോയി. എപ്പോഴാണ് കൃഷ്ണൻ വനത്തിലേക്ക് പോയത്? പശുക്കളെ നയിക്കാൻ. എപ്പോ? ഏത് വയസ്സില്? കൗമാരത്തിൽ. കൃഷ്ണൻ എവിടെ ജനിച്ചത്? മധുരയിൽ നിന്ന് വൃന്ദാവനത്ത്, അതും വനാണ് അല്ലെ? അപ്പൊ ജനിച്ച ഉടനെ പോയി കൃഷ്ണൻ. വൃന്ദാവനും വനം തന്നെയാണ്. അപ്പൊ പശുക്കളെ മേയ്ക്കാൻ അവിടെ എല്ലാ സ്ഥലത്തുള്ള എല്ലാ വനങ്ങളിലും പോയിട്ടുണ്ട്. കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും പോയിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു എങ്ങനെ പോയത്? സൗത്ത് ഇന്ത്യൻ ടൂറിന്. അതും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അതായത് തൻ്റെ സ്ഥലം വിട്ടു പോയിട്ടുണ്ട്, തൻ്റെ വീട് വിട്ടു പോയിട്ടുണ്ട്, സന്യാസം എടുത്ത് പോയിട്ടുണ്ട് ഇല്ലേ? അപ്പോ ഓരോരുത്തരും പോകുന്നതിന്റെ പർപ്പസ്, ഉദ്ദേശം വ്യത്യാസമായിരിക്കും. നമ്മളും ഗാന്ധാരിയും പോയില്ലേ? ധൃതരാഷ്ട്രം, വിദർഭം, ഗാന്ധാരിയും പോയിട്ടുണ്ട്. വിദർഭം വീടിട്ട് പോയി. എന്ത് കാരണമാണ്? അതിന്റെ കാരണം വേറെയാണ്. വിദർഭരെ അതായത് ദുര്യോധനം അപമാനിച്ചു, ഇൻസൾട്ട് ചെയ്തു. അപ്പൊ അത് ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ അദ്ദേഹം എടുത്തു. എന്നിട്ട് തീർത്ഥാടനത്തിന് പോയി. നമ്മളും വീട് വിട്ടു പോകുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതിക സുഖം തേടിയിട്ട് കൂടുതൽ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓരോരുത്തരും വീട് വിട്ടു പോകുന്നതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ ആധ്യാത്മിക ആ ഒരു തലത്തിലേക്ക് നീങ്ങുന്ന ഒരു വ്യക്തി വാനപ്രസ്ഥം എടുക്കുന്ന 50 വയസ്സ് ശേഷം. 25 വർഷം ബ്രഹ്മചര്യം, 25 വർഷം ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞ് 25 വർഷം വാനപ്രസ്ഥം, അത് കഴിഞ്ഞുള്ള 25 വർഷം സന്യാസം. അങ്ങനെയാണ് അത് വിഭാഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആധ്യാത്മിക തലത്തിൽ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൃഹഭരണം കഴിഞ്ഞ ശേഷം അതെല്ലാം നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വം എല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ട് കൂടെ വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് സദാർമണിയും കൊണ്ടുപോകാം. നമ്മൾ ഇന്നത്തെ കാലത്ത് വനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ അവിടെ നിന്നിട്ട് നമുക്ക് ഡിവോഷണൽ ആക്ടിവിറ്റീസ്, ഭക്തിയുത സേവനം ചെയ്തിട്ട് നമുക്ക് ആ തലത്തിലേക്ക് നീങ്ങാൻ പറ്റും. അപ്പോൾ ഓരോ കാലഘട്ടത്തിന്റെ ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ നീങ്ങണം. അപ്പൊ ഇവിടെ ധൃതരാഷ്ട്രം, വിദുരരും ഗാന്ധാരിയും എല്ലാം ഇവിടെ വനത്തിലേക്ക് പോയി. ധ്രുവ മഹാരാജയും കാട്ടിലേക്ക് പോയി ഇല്ലേ? വനത്തിലേക്ക് പോയി. ഏത് വയസ്സിലാണ്? 5ാമത്തെ വയസ്സിൽ. ധ്രുവ മഹാരാജ് 5ാമത്തെ വയസ്സിലാണ് പോയത്. അതെന്തിനായിരുന്നു? അതും ഭൗതിക സ്ഥലത്തിലുള്ള സുഖം, ലൗകിക സുഖം ആഗ്രഹിച്ച്, അതായത് ബ്രഹ്മാവിനെക്കാട്ടിലും കൂടുതൽ ഉയർന്ന ഒരു പദവി എനിക്ക് കിട്ടണം, ഒരു രാജാവാവണം എന്നുള്ള ആഗ്രഹം, അതായത് ലൗകിക സുഖം. പക്ഷേ അവിടെ ചെന്ന ശേഷം ഭഗവാന്റെ ആ ഓഡിയൻസ് ദർശനം കണ്ട ശേഷം അദ്ദേഹത്തിന്റെ മനം മാറി അല്ലേ? പക്ഷേ ധ്രുവ മഹാരാജനെ പറഞ്ഞയച്ചത് ആരാണ് കാട്ടിലേക്ക്? അല്ല, സ്വന്തം അമ്മ സുനീതി അല്ലേ? ആ സുനീതിക്ക് തൻ്റെ 5 വയസ്സായിട്ടുള്ള മകനെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കാട്ടിലയക്കാൻ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നല്ലോ? പേടി ഉണ്ടായിരുന്നു? ഇല്ല. ഉണ്ടായിരുന്നു? ഇല്ല.
അപ്പോ ആ വളരെ സന്തോഷത്തോടെ നാരായണനെ കാണുന്നുണ്ടെങ്കിൽ കാട്ടിലേക്ക് പോകണം, ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടു. നേരെ മറിച്ച് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഗാന്ധാരിയും അതേപോലെ ധൃതരാഷ്ട്രയും വിതുരയും കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്കണ്ഠ, ആകാംക്ഷ കൂടി. അവരെ ആര് പാലിക്കും, അവരെ ആര് സംരക്ഷിക്കും എന്നുള്ള കണ്ട്. ഇവിടെ 5 വയസ്സായിട്ടുള്ളൊരു മകൻ കാട്ടിൽ പോയപ്പോ സുനീതിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല, അല്ലെ? അപ്പോ ടോട്ടലി പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു ഉത്കണ്ഠ ഉണ്ടാവില്ല. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് അതുണ്ടായിരുന്നു. കാരണം അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളും അങ്ങനെ ഒരു ഉത്കണ്ഠ വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ ഒരു ഉപകരണമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് യുധിഷ്ഠിര മഹാരാജാവിനെ അറിയാഞ്ഞിട്ടല്ല. അപ്പോ ഈ അധ്യായത്തിൽ നമുക്ക് 2 കാര്യങ്ങളാണ്, 2 നിർദ്ദേശങ്ങളാണ് നമുക്ക് തരുന്നത്. 2 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എന്താണത്? ഒന്ന് ധൃതരാഷ്ട്ര കയ്യിൽ നിന്നും, ഒന്ന് യുധിഷ്ഠിര മഹാരാജാന്റെ കയ്യിൽ നിന്നും. 2 പേരും ഓരോ ഗുണങ്ങൾ അല്ല ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ അധ്യായത്തിൽ. എന്താണത്? ധൃതരാഷ്ട്രക്ക് പ്രബുദ്ധി ഉണ്ടായിരുന്നു, ആസക്തി, അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടായിരുന്നു. അത് പാടില്ല, നമുക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ പാടില്ല എന്ന് പറയില്ലേ? ഓക്കെ. യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കണം. 2 പേരും പറഞ്ഞ് ശരിയാണ്. അതായത് ധൃതരാഷ്ട്രക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യുധിഷ്ഠിര മഹാരാജാവാണ് എന്നെ സംരക്ഷിക്കുന്നത്, എന്നെ പരിപാലിക്കുന്നത്, എല്ലാ കംഫർട്ട്സും തനിക്ക് തരുന്നത് യുധിഷ്ഠിര മഹാരാജാവാണ്. ഭഗവാനിലെ അതായത് ഭഗവാനല്ല ആശ്രയിച്ചിരുന്നത്. എന്നെ രാജൻ പറഞ്ഞു വിളിക്കുന്നു, ഞാൻ രാജാവാണ്. അതായത് ഒരു ഫോൾസ് കിങ്ഷിപ്പ്. എനിക്ക് രാജാവാണോ ധൃതരാഷ്ട്ര? അല്ല. എങ്കിലും യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ മഹത്വം അദ്ദേഹത്തിനെ അപ്പോഴും രാജാവായിട്ട് കണക്കാക്കുന്നു, രാജാവായിട്ട് സംബോധന ചെയ്യുന്നു. അപ്പോ ധൃതരാഷ്ട്ര വിചാരിച്ചു, എന്നെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും എനിക്ക് തരുന്ന 3 നേരം ഭക്ഷണം തരുന്നു, ഇതെല്ലാം ആരാണ്? യുധിഷ്ഠിര മഹാരാജാവാണ്, ഭഗവാനല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആര് ഡിസ്ട്രോയ് നശിപ്പിച്ചു? വിദർഭ നശിപ്പിച്ചു, അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്നെ പരിപാലിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, യെസ്, അവരെല്ലാം അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളെ സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ ആ കൃപാകടാക്ഷമില്ലാണ്ട് ഒരാളും സംരക്ഷിക്കപ്പെടില്ല, പരിപാലിക്കപ്പെടില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ നമ്മൾ മനസ്സിലാക്കി. അത് ആര് നശിപ്പിച്ചു? വിദർഭ. അതേപോലെ യുധിഷ്ഠിര മഹാരാജാവിന് ഒരു മിസ്കൺസെപ്ഷൻ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഞാനാണ് പരിപാലകൻ, ഞാനാണ് സംരക്ഷകൻ ഈ ധൃതരാഷ്ട്രയും ഗാന്ധാരിയുടെയും മറ്റുള്ള എല്ലാവരുടെയും. ആ ഒരു തെറ്റിദ്ധാരണ, അതിനെ ആര് നശിപ്പിച്ചു? നാരദ മഹർഷി നശിച്ചു. അപ്പൊ ഇത് 2 ആണ് നമ്മൾ ഇതിൽ നമുക്ക് കിട്ടുന്ന 2 വിലയേറിയ സന്ദേശങ്ങൾ. ഭരത് മഹാരാജാവും തൻ്റെ വീട് വിട്ടുപോയി, ഇല്ലേ? ഭരത് മഹാരാജാവ് തൻ്റെ വീട് വിട്ടുപോയത് ശരിക്കും ആയത് വൈരാഗ്യം കൊണ്ട് തന്നെയാണ്, അല്ലെ? പക്ഷെ ആ ഭരത് മഹാരാജാവിനൊരു തെറ്റുപറ്റി, ചെറുതായിട്ട് തെറ്റുപറ്റി. എല്ലാ സന്ധുബന്ധുക്കളെയും തൻ്റെ കുടുംബത്തെയും എല്ലാവരും നാടും എല്ലാ കംഫർട്ടും വിട്ടുപോയിട്ടുള്ള ആ ഭരത് മഹാരാജാവ് ചെറിയൊരു മാനന്റെ വിഷയത്തിൽ ഒടുങ്ങിപ്പോയി. അപ്പൊ അതൊന്നും ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അംഗമഹാരാജാവ് ആരാണ്? അങ്കൻ? വേനന്റെ. യെസ്, വേനന്റെ പിതാവ്, അച്ഛൻ. ഓക്കെ. അദ്ദേഹം വിട്ടുപോയി, കാരണം സഹിക്ക വയ്യാതെ. വേനന്റെ ആ ഭരണം എല്ലാ ബ്രാഹ്മണന്മാരെയും കൊല്ലുന്നു, യജ്ഞ കർമാദികളെല്ലാം മുടക്കുന്നു, സഹിക്ക വയ്യാണ്ട് നാട് വിട്ടുപോയി. ഓക്കെ. അതേപോലെ നമ്മളെല്ലാവരും നാട് വിട്ടു പോയിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കും, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാം ധനം ആർജിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ
കംഫർട്ട്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെ ഓരോരുത്തരും നാട് വിട്ടു പോകുന്നുണ്ട്, ഉദ്ദേശം പലതായിരിക്കും. അപ്പോ ഇത് ഒന്ന് ഭൗതിക തലത്തിലും ഒന്ന് ആധ്യാത്മിക തലത്തിലും അതിന്റെ കാരണങ്ങളാൽ നമ്മൾ വീടിട്ട് പോകുന്നത്. അതായത് ഭക്തി പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള സമയത്ത് വിട്ടുപോകേണ്ടത്. മറ്റത് ടെമ്പററി ആണ്. സ്പിരിച്വലായിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ, ഭക്തിയിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുടുംബജീവിതത്തിലെ നിന്നും വിട്ടു നിൽക്കണം. ഇന്നത്തെ കാലത്ത് നടക്കില്ല. ഇന്നത്തെ കാലത്ത് കുടുംബജീവിതത്തിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏജില് 50 or 55, 60 ആണെങ്കിലും നമ്മൾ അതിന്ന് ആക്റ്റീവ് റോളിൽ നിന്ന് പിന്മാറണം എന്നർത്ഥം. കൂടുതൽ നമ്മൾ ഭക്തിയിൽ ഇടപെടണം. എന്നാൽ മാത്രമേ അവസാന നിമിഷത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ അവസാന ശ്വാസം വരെ നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ ഇടപെട്ട് ജീവിച്ചാൽ എപ്പോഴാണ് നമുക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റുക? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, അന്ധകാലേച്ച മാം ഏവാ സ്മരൺ മുക്ത കലൈവരം യത് പ്രയാത്തസി മദ്ഭാവം യാതി നാസ്തിത്ര സംശയ. അപ്പൊ ആരാണോ അവസാനത്തെ നിമിഷത്തില് ദേഹം വെടിയുന്ന സമയത്ത് എന്നെ ഓർക്കുന്നത്, അവർക്ക് മാത്രമേ എൻ്റെ ധാമം കിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ ഭഗവാനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം വി ഹാവ് ടു റിട്ടയർ ഫ്രം ആക്റ്റീവ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇവിടെ വിതുരൻ അതിന് കാരണമായത് മാത്രം, ഒരു ഉപകരണമായത് മാത്രം. അതുവരെ ധൃതരാഷ്ട്ര അട്ട പറ്റി പിടിച്ച പോലെ നിൽക്കാണ്, വിട്ടുപോകുന്നില്ല. അട്ട പറ്റി പിടിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ട് എടുത്തു കളയാൻ. അതേപോലെയാണ് ധൃതരാഷ്ട്ര അവിടെ പറ്റി പിടിച്ചിരുന്നിരുന്നത്. അപ്പൊ അതിൽ മാറ്റിയത് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇനിയെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു വൈരാഗ്യം വന്നത് വിതുരൻ കാരനാണ് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. So, O king, your uncle Dhritarashtra, his brother Vidura and his wife Gandhari have gone to the southern side of the Himalaya mountains where there are shelters of the great sages. അവിടെ ഹിമാലയത്തിലെ ഒരുപാട് സാധുജനങ്ങളുണ്ട്. അപ്പൊ അവരുടെ അസോസിയേഷൻ, അവരുടെ സംഘം കിട്ടും. അവരുടെ സംഘം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് മാറി ആധ്യാത്മിക ജീവിതത്തിൽ കൂടുതൽ ഇടപഴകാനുള്ള ഒരു സാഹചര്യം, അവസരം നമുക്ക് വന്നു. അതാണ് നമ്മൾ ധാമയാത്ര. ധാമിലൊക്കെ പോകുന്ന സമയത്ത് ഇത്രയും കാലം നമ്മൾ ഭൗതിക ജീവിതം നയിച്ച് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു 10 ദിവസമെങ്കിലും ഒരാഴ്ചയെങ്കിലും അതെല്ലാം മറന്ന് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഭക്തന്മാരുടേതായിട്ടുള്ള ആ സവാസം എല്ലാം കിട്ടിയാൽ നമുക്ക് അത്രയും നമുക്ക് എന്ത് കിട്ടും? ചാർജ് കിട്ടും. നമ്മളുടെ സ്പിരിച്വൽ ബാറ്ററി സർചാർജ് അല്ലെ. അപ്പോ അങ്ങനെയാണ് നമുക്ക് അതിനുള്ള കൂടുതൽ ഭഗവാന്റെ കൃപ കൊണ്ട് കൂടുതൽ അങ്ങനെയുള്ള അസോസിയേഷൻ കിട്ടാൻ പറ്റും. അതേപോലെ നമുക്ക് സ്പിരിച്വൽ അഡ്വാൻസ്മെന്റും പ്രോഗ്രസും. അത് കാരണം ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക, ധാമില് പോവുക, അസോസിയേഷൻ വിത്ത് ദ ഡിവോട്ടീസ്, ഇതെല്ലാം നമ്മളുടെ സ്പിരിച്വൽ പ്രോഗ്രസിനെ നമ്മളെ സഹായിക്കും. സോ to pacify the mourning Maharaja Yudhishthira, Narada first of all spoke from the philosophical point of view, and then he began to describe the future movements of his uncle, which he could see by his foreseeing powers, and thus began to describe as follows. അപ്പോൾ നാരദ മഹർഷി മഹാരാജ യുധിഷ്ഠിരനെ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട് സൈദ്ധാന്തികമായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നീട് പറഞ്ഞു എന്ത് മഹാരാജ, അതായത് ധൃതരാഷ്ട്ര എവിടെ പോയിന്ന്, അതായത് ഹിമാലയത്തിലേക്ക് ദക്ഷിണ ഭാഗത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ദിവ്യശക്തി ഉപയോഗിച്ചിട്ട് അത് പറഞ്ഞു കൊടുത്തു. ടെക്സ്റ്റ് 52. ശ്രോതോഭി സപ്തഭിർ യാവൈ സ്വർധൂനി സപ്തധാവ്യധാത് സപ്താനാം പ്രീതയേ നാനാ സപ്തശ്രോതാ പ്രചക്ഷതേ. ശ്രോതോഭി സപ്തഭിർ യാവൈ സ്വർധൂനി സപ്തധാവ്യധാത് സപ്താനാം പ്രീതയേ നാനാ സപ്തശ്രോതാ പ്രചക്ഷതേ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രോതോഭിः സപ്തഭിര്യാവൈ സ്വർധുനി സപ്തഥാ വ്യഥാത് സപ്താനാം പ്രേതയേ നാനാ സപ്തസ്രോത പ്രചക്ഷത്തെ. Vartanam by His Divine Grace Abhay Charanaravindha Bhakti Vedanta Swami Srila Prabhupada ki jai. പുണ്യനദിയായ ഗംഗ അവിടെ 7 ശാഖകളായി വിഭജിക്കപ്പെടുകയാൽ ആ സ്ഥാനത്തെ സപ്തസ്രോതസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രേഷ്ഠരായ സപ്തഋഷികളുടെ സംതൃപ്തിക്കായിട്ടാണ് ഇപ്രകാരം ചെയ്യപ്പെട്ടത്. ഹരേ കൃഷ്ണ. Very good. The place is called Saptasrota, divided by 7. 7 tributaries ഗംഗയുടെ അവിടെ ഉണ്ട്. Because there the waters of the sacred Ganges were divided into 7 branches, tributaries. This was done for the satisfaction of the 7 great rishis. ഇത് സപ്ത ഋഷികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നതാണ് ഗംഗ 7 ബ്രാഞ്ചസ് ആയിട്ട്. അപ്പൊ ഇതെല്ലാം ഋഷികേശ്, ഹരിദ്വാർ ആ സ്ഥലത്ത് വരുന്ന നദികളാണ്. ഗംഗയുടെ തന്നെ ട്രിബ്യൂട്ടറീസ് ഓർ ബ്രാഞ്ചസ് ആണ്. 53. സ്നാത്വാനു ശവണം തസ്മിൻ ഉത്വാ ചാഗ്നിൻ യഥാവിധി അഭക്ഷാ ഉപശാന്താത്മാ സ ആസ്തേ വിഗതാസനഃ. സ്നാത്വാനു ശവണം തസ്മിൻ ഉത്വാ ചാഗ്നിൻ യഥാവിധി അഭക്ഷാ ഉപശാന്താത്മാ സ ആസ്തേ വിഗതസനഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്നാത്താനുസവനം തസ്മിൻ ഹുത്വാ ജാഗ്നിം യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതൈക്ഷണഃ. വിവർത്തനം ഭാവാർത്ഥം മേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ സപ്ത സ്രോതസ്സിൻ തീരത്ത് അഷ്ടാംഗ യോഗം അനുഷ്ഠിച്ച് അതിൽ ആമഗ്നനായി നിത്യവും 3 നേരം സപ്തസ്രോതസ്സിൽ സ്നാനം ചെയ്ത് അഗ്നിഹോത്ര യജ്ഞമനുഷ്ഠിച്ച് ജലം മാത്രം പാനം ചെയ്ത് ജീവിക്കുന്നു. ഇത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതിനും കുടുംബക്ഷേമപരമായ ചിന്തകളിൽ നിന്നും പരിപൂർണമായും സ്വതന്ത്രനാകുന്നതിനും ഒരാളെ സഹായിക്കുന്നു. ഭാവാർത്ഥമാണ് മനസ്സി. Hare Krishna. Hare Krishna. On the banks of Saptasrota, Dhritarashtra is now engaged in beginning Ashtanga Yoga by bathing 3 times daily in the morning, noon, and evening, by performing the Agnihotra sacrifice with fire and by drinking only water. This helps one control the mind and the senses and frees one completely from thoughts of familiar affection. അപ്പോൾ ഇവിടെ ഹിമാലയത്തിലേക്ക് ദക്ഷിണ ഭാഗത്തേക്ക് ധൃതരാഷ്ട്രം പോയി അവിടെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ധൃതരാഷ്ട്ര ഈസ് നൗ എൻഗേജ് ഇൻ ബിഗിനിങ് അഷ്ടാംഗ യോഗ. അപ്പോ അവിടെ നമുക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുമോ അഷ്ടാംഗ യോഗ? ഇല്ല, ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇവിടെ വിദുരരുടെ നിർദ്ദേശപ്രകാരം ധൃതരാഷ്ട്ര അവിടെ പോയി കാരണം വേറെ അദ്ദേഹം കുട്ടിക്കാലം മുതൽക്ക് ഇതൊന്നും അധികം പ്രാക്ടീസ് ചെയ്തില്ല. മുഴുവനും പൊളിറ്റിക്സിലായിരുന്നു. ഇവിടെ ചെന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയിട്ട്. എന്നാണ് അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അഷ്ടാംഗ യോഗ ഇതിന്റെ പ്രധാനപ്പെട്ട ആളാരാണ്? അതാരാണ് ആചാര്യൻ? ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത്? പതാഞ്ജലി അല്ലെ? പതാഞ്ജലിയാണ് അഷ്ടാംഗ യോഗത്തിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ബേതിങ് 3 times daily in the morning, noon and evening by performing the Agnihotra sacrifice with fire and drinking only water. This helps one control the mind and the senses and frees one completely from thoughts of familiar affection. Totally, അതായത് നമ്മളുടെ ലൗകിക ജീവിതത്തിൽ നിന്നും വിട്ടുനിന്ന് ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. അപ്പോൾ നമുക്കറിയാം അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ 8-fold യോഗ സിസ്റ്റം. 8 അംഗ യമ നിയമ
ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇതാണ് 8 അംഗങ്ങൾ അല്ലെ, 8-fold യോഗ സിസ്റ്റം. അപ്പോ യമ നിയമ, എന്താണ് യമ നിയമം എന്ന് പറഞ്ഞാൽ? റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലേ? റൂൾസ് യമ, ആൻഡ് യമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. നിയമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. യമ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത. ഒന്ന് പോസിറ്റീവ്സ്, നെഗറ്റീവ്സും. അപ്പോൾ എന്താണ് റെഗുലേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. ചെയ്യാൻ പാടില്ലാത്ത നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം? ഗ്രോസ് ആയിട്ടുള്ളത് എന്തൊക്കെയാണത്? ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ അതിൽ പ്രധാനപ്പെട്ട No gambling, no illicit sex, no drugs and alcohol, intoxication. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നുണ പറയാൻ പാടില്ല, മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസ്. അപ്പൊ അതാണ് റൂൾസ്. എന്താണ്? നാമം ജപിക്കുക ഭഗവാന്റെ. പിന്നെ ശ്രവണം, കീർത്തന, 9 ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ കാര്യങ്ങൾ. അതായത് ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടുക, സമയത്തിന് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ഓക്കെ. പിന്നെ നമ്മൾ 16 മാല ജപം, വ്രതങ്ങൾ എന്താ പറയുക, ഫോളോ ചെയ്യുക. ഏകാദശി വ്രതം, ഓക്കെ, വ്രതങ്ങൾ അനുഷ്ഠിക്കുക. എങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ യമ നിയമങ്ങൾ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ നമ്മൾ ആദ്യം ഈ അഷ്ടാംഗ യോഗം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ക്വാളിഫൈ ചെയ്യണം യമ നിയമങ്ങൾ നമ്മൾ ശരിക്കും ഫോളോ ചെയ്യുന്നുള്ളത്. നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തില് എഴുന്നേറ്റ് അതായത് നമ്മൾ ഹീറ്ററൊന്നും പാടില്ല. നമുക്ക് ഹീറ്ററില്ലാണ്ട് കുടിക്കാൻ പറ്റില്ല തണുപ്പ് കാലത്ത് അല്ലേ? അപ്പോൾ അതൊന്നും പറ്റില്ലേ. തണുപ്പ് കാലത്താണ് തണുപ്പ്, ചൂട് കാലത്ത് ചൂട്. അപ്പോൾ അതെല്ലാം നമ്മൾ പരിശീലിച്ച് വരണം. പിന്നെ നമ്മുടെ ആഹാരം, ഇതില് ഭഗവത്ഗീതയില് ഒരു ശ്ലോകം ഉണ്ട്. എന്താണ്? വിഷയാവിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അല്ലേ? അത് യുക്താഹാരം അതുണ്ട്. യുക്താഹാര വിഹാരസ്യ, അതായത് യുക്താഹാരം ആയിരിക്കണം. അതായത് എന്താണ്? എല്ലാം യുക്ത വൈരാഗ്യത്തിലൂടെ ഇരിക്കണം. അപ്പോ ഇവിടെ പറയുന്നത് വിഷയാമിനി വർത്തന്തെ. നമ്മൾ എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ? സെൻസ് ഒബ്ജക്ട്സ്. വെരി ഗുഡ്. ഓക്കെ. അവിടേക്ക് ഇതിലേക്ക് വന്നില്ലേ? എനിവേ ഞാൻ പറയാണ്, അതാണ് പ്രത്യാഹാര. അപ്പൊ നമ്മളുടെ സെൻസസിനെ, നമ്മുടെ സെൻസ് ഒബ്ജക്ട്സിനെ വിഡ്രോ ചെയ്യണം. അത് ആഹാരം മാത്രമല്ല, നമ്മളുടെ സെൻസസിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൗത്തിനെ, വായെ മാത്രമല്ല നമ്മൾ ഫീഡ് ചെയ്യുന്നുള്ളൂ ഭക്ഷണം കൊണ്ട്. നമ്മുടെ ചെവിയെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് അല്ലെ? കണ്ണിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, മൂക്ക്, നാസികയെ ഫീഡ് ചെയ്യുന്നുണ്ട്, ത്വക്കിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, എല്ലാറ്റിനെയും ഫീഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? വായ മാത്രം ആഹാരം കൊണ്ട്. ചെവി എങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത്? എങ്ങനെ ആഹാരം കഴിക്കുന്നത്? പലതും കേൾക്കുന്നുണ്ട്, നല്ലതും ചീത്തയും, ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി, എവറിത്തിങ് അല്ലെ? കാണുന്നു, അതേപോലെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഫീഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഫീഡിങ് ആഹാരമാണ്. അപ്പൊ അത് നിരാഹാരസ്യ, അതെല്ലാം വിടണം. ആവശ്യങ്ങൾ മാത്രമേ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കണ്ണ് ആവശ്യങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് ആധ്യാത്മിക തലത്തിൽ എന്താണോ നമുക്ക് അത് മാത്രമേ കാണാൻ പാടുള്ളൂ. മറ്റത് നമ്മൾ റിജക്റ്റ് ചെയ്യണം. നമ്മൾ അതിന് സമയം കളയാൻ പാടില്ല. ചെവി കേൾക്കുന്നത് എങ്ങനെയായിരിക്കും? ശ്രവണം ഇതിനായിരിക്കണം. ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഗ്രന്ഥങ്ങള് അല്ലെ? ടച്ച്, സ്കിൻ. നമ്മള് ഭൗതിക തലത്തിലുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല. ഡിവോട്ടീസ് ആയിട്ട് മിങ്കിൾ ചെയ്യുക. ഇതൊക്കെ നീരാഹാരത്തിൽ വരും.
വെറും ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, ഫീഡിങ് അവർ ഇയേഴ്സ്, ഫീഡിങ് അവർ ഐസ്, നോസ്, സ്കിൻ, ടങ്, ഇതെല്ലാം അതിൻ്റെ വേണ്ട, അതായത് എന്താണോ ഫേവറബിൾ ആയിട്ടത്. ആനുകൂല്യന് കൃഷ്ണാനുശീലനം, ഫേവറബിൾ ആയിട്ടുള്ള മാത്രമേ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതെല്ലാം നിയമങ്ങളിൽ വരും. ഇതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്താലേ നെക്സ്റ്റ് ആ ഒരു അംഗത്തിൽ പോകും. അഷ്ടാംഗത്തിലെ എട്ടംഗത്തിലെ യമനിയമം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ എന്താണ്? ആസനം. ആണ് സിറ്റിംഗ് പോസ്ചറിൽ വരുന്നത് പോസ്ചർ. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പലതരത്തിലുള്ള സിറ്റിംഗ് പോസ്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ ആ ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ വന്നാൽ, പക്വതയിൽ വന്നാൽ, എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെന്താണ്? പ്രാണായാമം, ബ്രീതിങ് ടെക്നിക്സ്. ഓക്കെ, അതിനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബ്രീതിങ് ടെക്നിക്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെയാണ് എന്താണ്? പ്രത്യാഹാര. അതാണ് ഞാൻ പറയുന്നത്. പ്രത്യാഹാരം പറഞ്ഞാൽ നമ്മളുടെ സെൻസ് ഒബ്ജക്ട്സിൽ നിന്നും വിഡ്രോ ചെയ്യണം. അതിന് നമ്മളുടെ ഭാഗവതത്തിൽ എന്താണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? ആമ എങ്ങനെയാണോ തൻ്റെ ലിംസിനെ, അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതേപോലെ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളുടെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് ആമടെ കണ്ടിട്ടുണ്ടാവും, ആമടെ അല്ലേ? അതിന്റെ ആ വിളക്കിന്റെ താഴെ ആമട ഉണ്ടായിരിക്കും. പല സ്ഥലത്തും ആമടെ ഒരു ഇതുണ്ടായിരിക്കും. എന്താണ് അതിന്റെ ഉദ്ദേശം? അമ്പലത്തില് എല്ലാ ഇന്ദ്രിയങ്ങളും തുറന്നിരിക്കണം. അമ്പലത്തിൽ പോകുമ്പോ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് ഇടണം. കാരണം അത് ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുന്നതാണ്. അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ വെറും അമ്പലം മാത്രമല്ല, എവിടെയെല്ലാം സത്സംഗം, എവിടെയെല്ലാം ഭഗവാന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെയല്ല. അമ്പലത്തിൽ നിന്ന് അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വരികണം. എപ്പോ ആവശ്യമുണ്ടോ അപ്പൊ മാത്രം, അത്യാവശ്യം മാത്രം, ഫോർ ബെയർ നെസസിറ്റീസ് വി ഷുഡ് ടേക്ക് ഇറ്റ് ഔട്ട്. അല്ലാത്ത സമയത്ത് എപ്പോഴും റിട്രാക്ട് ചെയ്യണം, വിഡ്രോ ചെയ്യണം. അതാണ് ആമയുടെ ആ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ അല്ലേ? അപ്പോ എന്താണ് അവിടെ? പ്രത്യാഹാര. നമ്മൾ ഈ യമനിയമം നമ്മൾ അത് ശരിക്കും കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ ആസനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് ശരിക്കും ചെയ്താൽ മാത്രമേ നമുക്ക് ബ്രീതിങ് ടെക്നിക്സ്, പ്രാണായാമം, അതും ശരിക്കും കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പ്രത്യാഹാരം, പിന്നെയാണ് ധാരണ, ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോക്കസ് ശരിക്കും നമ്മുടെ മനസ്സ്, ഇന്റലിജൻസും എവിടെ ഫോക്കസ് ചെയ്യണം? പരമാത്മാവിൽ ഫോക്കസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യണം. അതാണ് ധ്യാനം. അപ്പൊ അതിലും നമ്മൾ ഫുള്ളായി, അതായത് ഓക്കെ ആയാൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജിലെ സമാധി. അപ്പോൾ ടോട്ടലി ഇൻ യൂണിയൻ വിത്ത് ദ സുപ്രീം ലോർഡ്. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് അഷ്ടാംഗ യോഗം. ഇത് നമുക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരുപാട് യോഗ ക്ലബ്സ് ഒക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മളുടെ ഹെൽത്ത്. ഓക്കെ, അത് അത്യാവശ്യമാണ്. ഹെൽത്ത് നന്നായി. ഹെൽത്ത് ഇല്ലെങ്കിൽ എന്താണ്? നമുക്കൊരു സേവനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹെൽത്ത് ഈസ് വെൽത്ത്, തീർച്ചയായിട്ടും. പക്ഷെ അത് അഷ്ടാംഗ യോഗ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ ഉണ്ട്. അത് അഷ്ടാംഗ യോഗ അല്ല, അത് ഒരു യോഗയല്ല, അത് നമ്മളുടെ എക്സസൈസ് ആണ്. ജസ്റ്റ് ടു മെയിൻറ്റെയിൻ അവർ ബോഡി, നല്ലൊരു ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അത് അത്യാവശ്യമാണ്, യോഗ ചെയ്യണം. പക്ഷെ അതും ഇതായിട്ട്, കാരണം യോഗ ചെയ്യുന്ന മിക്ക ആൾക്കാരും ഒരു നിയമങ്ങളും പാലിക്കാത്ത ആൾക്കാരായിരിക്കും. പിന്നെ എങ്ങനെ അത് അഷ്ടാംഗ യോഗ ആവുന്നത്? അപ്പൊ അവിടെ ഈ യോഗ കൊണ്ട്, നമ്മൾ പറയുന്ന ഈ സോക്കാൾഡ് യോഗ കൊണ്ട്, എക്സസൈസ് കൊണ്ട്, ഇന്നത്തെ കാലത്ത് കാണുന്ന യോഗ ക്ലബ്സ് പഠിപ്പിക്കുന്ന യോഗ കൊണ്ട് നമുക്ക് ഭഗവാനായിട്ട് യൂണിയൻ നടക്കില്ല. അത് പാതാഞ്ജലി പറഞ്ഞിരിക്കുന്ന ആ യോഗ സിസ്റ്റത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. അത് ഇന്നത്തെ കാലത്ത്, കലികാലത്ത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു യോഗ സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീതയിൽ നമുക്ക് എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? ഭക്തിയോഗ ഈസിയാണ്. ഭക്തിയോഗത്തില് മറ്റുള്ള എല്ലാ യോഗയും ഉണ്ട്. ഭക്തിയോഗ ഇസ് ദ കൾമിനേഷൻ ഓഫ് ഓൾ അതർ യോഗാസ് അല്ലേ? അതിൽ കർമ്മമുണ്ട്. നമ്മൾ വെറുതെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ?
നമ്മളും ജോലിക്ക് പോകുന്നുണ്ട്, നമ്മളും പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആണ്, വീട്ടിലും ഓഫീസിലും പുറത്തും ഒക്കെ. പക്ഷെ എന്താണ് ബെയർ നെസസിറ്റി? നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ ബാധിക്കാത്ത വിധത്തിൽ ഉള്ള എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഇനർഷ്യ അല്ല, വെറുതെ ഇരിക്കുന്നില്ല, അല്ലേ? അപ്പോ ആ യോഗ സിസ്റ്റം നമുക്ക് ഇന്നത്തെ കാലത്ത് പറഞ്ഞതല്ല. പിന്നെ ജ്ഞാനം നമുക്കില്ലേ? ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, ഇല്ലേ? രാമായണം, എല്ലാ സ്ക്രിപ്റ്റേഴ്സും നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ജ്ഞാനത്തിന് എന്തിനാണ് നമുക്ക് ഉപനിഷത്തുകളും വേദങ്ങളും പഠിക്കാനുള്ള സമയമൊന്നുമില്ല നമുക്ക്. അപ്പൊ അതിന്റെ എല്ലാറ്റിന്റെയും സാരമായിട്ടുള്ള ഭഗവത്ഗീതയും ഭാഗവതം മതി, ധാരാളമാണ്. ചൈതന്യ ചരിതാമൃതം അങ്ങനത്തെ ബുക്ക് മതി. അതിനും മീതെ പഠിക്കാനോ ഉള്ള സമയമോ അതിനുള്ള കഴിവോ നമുക്കില്ല ഇന്നത്തെ കാലത്ത്. അതന്നെ നമുക്ക് മര്യാദയ്ക്ക് പഠിച്ചാൽ പഠിയുന്നില്ല, പിന്നെയല്ല ബാക്കിയുള്ള ഉപനിഷത്തുകളും വേദങ്ങളും. അപ്പൊ അത് മതി. അപ്പൊ ജ്ഞാനത്തിന് നമ്മൾ ജ്ഞാനം അതും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ധ്യാനം, എങ്ങനെയാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്? അത് ഭക്തി മാർഗത്തിലുള്ള കാര്യം പറയുന്നത്. ധ്യാനം ഏത് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്? നാമം ജപിക്കുന്നില്ലേ? നാമം ജപിച്ചിട്ട് അല്ലെ? യജ്ഞാനം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളുടെ ഏറ്റവും വലിയ യജ്ഞം എന്താണ്? ജപയജ്ഞം, എസ്പെഷ്യലി കലികാലത്ത്. അപ്പൊ നാമം നമ്മൾ ജപിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ, ധ്യാനമുണ്ട്. ധ്യാനയോഗം. എന്താ പറഞ്ഞ? സത്സംഗം, യെസ്. അപ്പൊ ധ്യാനമുണ്ട്. പിന്നെ ഭക്തി ഉണ്ട്. അതായത് നമ്മൾ ഭക്തി ഉദരസേവനം ചെയ്യുന്ന ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ട്. ധാമിൽ പോകുന്നുണ്ട്, ഭക്തന്മാരായിട്ടുള്ള സഹവാസമുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം കൂടിയതാണ് ഭക്തി യോഗ, ഭക്തി മാർഗ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അഷ്ടാംഗ യോഗത്തിലൂടെ ഭഗവാന്റെ ആ യൂണിയൻ ഇന്നത്തെ കാലത്ത് നടക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമുക്ക് അതിൻ്റെ ആയുസില്ല. ആ ലോങ് സ്പാൻ ഓഫ് ലൈഫ്, ഡ്യൂറേഷൻ ഓഫ് ലൈഫ് നമുക്കില്ല. പ്രായണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജന മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യോ ഉപദ്രത. കലികാലത്തിലെ ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ജപയജ്ഞ, നാമസങ്കീർത്തന യജ്ഞം, അല്ലെ? ഭാഗവതത്തിന്റെ അവസാനം തന്നെ, അവസാനത്തെ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം തന്നെ പറയും, നാമസങ്കീർത്തനം യജ്ഞ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അത് മതി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. So the yoga system is a mechanical way to control the senses and the mind and divert them from matter to spirit. 11ാമത്തെ സ്കന്ധത്തില് 18ാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ ഷെയറിങ്? ഉണ്ട് പ്രഭുജി. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ട്രാൻസ്ലേഷൻ മാത്രം വായിക്കാം. The Supreme Personality of Godhead, one who decides to adopt the third order of life, വാനപ്രസ്ഥ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വാനപ്രസ്ഥത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, should enter the forest with a peaceful mind, leaving his wife with his mature sons, or else taking her along with him. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് ബുദ്ധവനോട്, ആരാണോ വാനപ്രസ്ഥ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന അവരെന്ത് ചെയ്യണം? ഷുഡ് എൻ്റർ ദ ഫോറസ്റ്റ്, കാട്ടിലേക്ക് പോകണം. പേടി പാടില്ല. നമുക്ക് കാട്ടിലേക്ക് പോകാൻ പറ്റുമോ പേടിയില്ലാണ്ട്? വന്യമൃഗങ്ങളുണ്ടായിരിക്കും, അല്ലെ, പാമ്പുകളുണ്ടായിരിക്കും, അതൊക്കെ ഉണ്ട്, അത് വളരെ പേടിയാണ്. അപ്പൊ ആദ്യം പേടി പറഞ്ഞ സാധനം ഉണ്ടാവാൻ പാടില്ല. മരണം എപ്പോൾ വേണമെങ്കിൽ വരും. അതുകൊണ്ട് നമുക്ക് പേടിയില്ലാണ്ട് വനത്തിൽ പോകണം. അപ്പോൾ എൻ്റർ ദ ഫോറസ്റ്റ് വിത്ത് എ പീസ്ഫുൾ മൈൻഡ്. നമുക്ക് പീസ്ഫുൾ മൈൻഡ് എങ്ങനെ എപ്പോഴും വരെ പേടിയില്ലാത്ത സമയത്ത്? പേടിയുള്ളപ്പോൾ പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവും? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. രാത്രിയല്ല പകലും അവിടെ വെളിച്ചുണ്ടാവില്ല, അല്ലേ? അങ്ങനെ ആ കാട്ടില് സൂര്യവെളിച്ചം കൂടി കിട്ടാത്ത സ്ഥലങ്ങളുണ്ടായിരിക്കും. അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് അവിടെ മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ലിവിങ് ഇസ് വൈഫ്. അപ്പൊ ഓക്കെ, നമ്മൾ പിക്നിക്കിനല്ല പോണേ,
ഭാര്യയും മക്കളും എല്ലാം കൂടിയിട്ട് ആണോ? അപ്പൊ അവരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ തൻ്റെ പത്നിയെ മൂത്ത മക്കൾ മെച്യൂർ സൺസ് അവരുടെ ആശ്രയത്തിൽ ആക്കിയിട്ട് പോകാൻ. അതായത് നമുക്ക് ഒരു ആങ്സൈറ്റി പാടില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, എൻ്റെ മക്കൾക്ക്, മറ്റുള്ള ചെറിയ മക്കൾക്ക് എന്ത് സംഭവിക്കും. അവരെല്ലാം ആര് ഡിപ്പെൻഡ് ചെയ്യണം? മൂത്ത ആൺമക്കളെ. അവരായിരിക്കണം പരിപാലിക്കേണ്ടത്, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റേണ്ടത്. പ്രഭുപാദ സ്വപ്നത്തിൽ കണ്ടപ്പോ, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു സന്യാസം എടുക്കാൻ വേണ്ടിയിട്ട്. പ്രഭുപാദ ആദ്യത്തെ റിയാക്ഷൻ പറയുന്നത് ഐ വാസ് ഷോക്ക്ഡ് എന്നാ പറഞ്ഞത്. ടു ഗെറ്റ് ദിസ് ഡ്രീം ഈസ് ഇൻസ്ട്രക്ടിങ് മീ ടു ടേക്ക് സന്യാസ്. ഐ വാസ് ഷോക്ക്ഡ്. പിന്നെ വീണ്ടും കണ്ടു. അങ്ങനെ 2-3 പ്രാവശ്യം കണ്ടപ്പോഴാണ് ദിസ് റിയൽ ഇൻസ്ട്രക്ഷൻ. ഐ ഹാവ് ടു ടേക്ക് സന്യാസ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് അതേഴ്സ്, ടു ഗൈഡ് അതേഴ്സ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം, അല്ലേ? അപ്പോ നമ്മള് പിക്നിക്കിനല്ല പോകുന്നത്. ഇപ്പൊ ഏതൊരു വ്യക്തിയാണോ അങ്ങനെ വാനപ്രസ്ഥ ജീവിതത്തിലേക്ക് കടക്കുന്ന, അവരിതെല്ലാം ഉപേക്ഷിച്ചിട്ട് വൈരാഗിയായിട്ട് കാട്ടിലേക്ക് പോകണം. മുമ്പത്തെ കാലത്ത് നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ ആൾക്കാർ കാശിയിലേക്ക് പോകും. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാ പോവുക. കാരണം എന്താണ്? തിരിച്ചു വരാൻ യാതൊരു ചാൻസും ഇല്ല. തിരിച്ചു വരില്ല. അവരവിടെ ദേഹം ത്യാഗം ചെയ്യും കാശിയിൽ. എന്തുകൊണ്ടാണ് കാശിയിൽ അവിടെ പോകുന്ന ആൾക്കാരെ ധാമിലേക്ക് പോകും? കാശിയാണ് പ്രധാനപ്പെട്ട സ്ഥലം. എന്തുകൊണ്ടാണ്? അവിടെ ദേഹം ത്യജിച്ചാൽ തിരിച്ച് ജന്മം ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും വിശ്വാസം. തീർച്ചയായിട്ടും അതിനുള്ള യോഗ്യത വേണം. അപ്പൊ അവിടെ ചെന്നാൽ ശിവന്റെ ധാമാണ്. ശിവൻ മരിക്കുന്ന വ്യക്തിയുടെ ചെവിയിൽ എന്താണ് പറയാ? എന്താണ്? രാമനാമം. രാമനാമം. ശിവനാമല്ല പറയുന്നത്, രാമനാമാണ് പറയുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് മുക്തി തരുന്നത് ഏത് നാമമാണ്? കൃഷ്ണനാമം. കൃഷ്ണനാമം, രാമനാമം, ശിവനാമമല്ല. അപ്പൊ ആ ശിവനും കൂടി നമ്മളോട് പറയുന്നത് രാമനെ സ്മരിക്കാൻ, കൃഷ്ണനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ഷുഡ് എൻ്റർ ദ ഫോറസ്റ്റ് വിത്ത് എ പീസ്ഫുൾ മൈൻഡ്, ലിവിംഗ് ഹിസ് വൈഫ് വിത്ത് ഹിസ് മെച്യൂർ സെൻസ്, ഓർ എൽസ് ടേക്കിംഗ് ഹർ അലോങ് വിത്ത് ഹിം. അല്ലെങ്കിൽ ഭാര്യയെ, അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ തൻ്റെ പത്നിയെ കൂടെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഇവിടെ ധൃതരാഷ്ട്രരെ കൂടെ കൊണ്ടുപോയില്ല, പക്ഷെ പത്നി ഫോളോ ചെയ്തു, തൻ്റെ ഭർത്താവിനെ ഫോളോ ചെയ്തു. പിന്നെ പറയുന്നത് ഹാവിംഗ് അഡോപ്റ്റഡ് ദ വാനപ്രസ്ഥ ഓർഡർ ഓഫ് ലൈഫ്, വൺ ഷുഡ് അറേഞ്ച് വൺസ് സസ്റ്റനൻസ് ബൈ ഈറ്റിംഗ് അൺകണ്ടാമിനേറ്റഡ് ബൾബ്സ്, റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് ഗ്രോ ഇൻ ദ ഫോറസ്റ്റ്. നമ്മുടെ ആഹാരം എന്തായിരിക്കണം? വളരെ മിനിമം ആയിരിക്കണം. നമ്മള് മസാലയും ഇതൊക്കെ ചേർത്ത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുള്ള ശീലമാണ് നമ്മുടെ വീട്ടിൽ, അല്ലേ? നല്ല ടേസ്റ്റി ഫുഡ്. ഇവിടെ അതൊന്നല്ല. എന്താണ്? ബൾബ്സ്, റൂട്ട്സ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കഴിക്കുക. റോ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ സംതൃപ്തരായിരിക്കണം. വൺ മേ ഡ്രസ് വൺസെൽഫ് വിത്ത് ട്രീ ബാർക്ക്, ഗ്രാസ് ലീവ്സ് ഓർ അനിമൽ സ്കിൻസ്. അതായത് ട്രീ ബാർക്സ് ഇഷ്ടംപോലെ കിട്ടും, വനത്തിലാണ്. പിന്നെ ഗ്രീൻ ലീവ്സ് കിട്ടും, അനിമൽ സ്കിൻസ് കിട്ടും. അതായത് മരിച്ചു പോയിട്ടുള്ള അനിമൽസിന്റെ സ്കിൻ ഉണ്ടായിരിക്കും, അത് കൊടുക്കണം. അതായിരിക്കണം ഒരു വാനപ്രസ്ഥത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ഇത്. പിന്നെ പറയുന്ന വാനപ്രസ്ഥ ഷുഡ് നോട്ട് ഗ്രൂം ദ ഹെയർ ഓൺ ഹിസ് ഹെഡ്, ബോഡി ഓർ ഫേസ്. ചീർപ്പും കണ്ണാടിയും സോപ്പും കൊണ്ടുപോകാൻ പാടില്ല. ഷുഡ് നോട്ട് manicure his nails, should not pass stool and urine at irregular times, and should not make a special endeavor for dental hygiene. He should be content to take bath in water 3 times daily and should sleep on the ground. എന്തെല്ലാം നിയമങ്ങളാണ്, ഇതെല്ലാം പാലിക്കണം. ഇറ്റ്സ് നോട്ട് ഈസി. ഇന്നത്തെ കാലത്ത് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക്. Thus engaged as a vanaprastha, one should execute penance during the hottest summer days by subjecting oneself to burning fires on 4 sides and blazing the sun overhead. അപ്പൊ നാല് സൈഡിലും നമ്മൾ അഗ്നി ഉണ്ടായിരിക്കണം, ഫയർ. പിന്നെ
അതിന്റെ നടുക്കിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. അത് സ്കോർച്ചിങ് സണ്ണായിരിക്കും മീതെ. 4 പുറത്തുനിന്നും അഗ്നി ഉണ്ടായിരിക്കും, മീതെ സ്കോർച്ചിങ് സണ്ണും. ഡ്യൂറിങ് ദ റെയിനി സീസൺ വൺ ഷുഡ് റിമെയിൻ ഔട്ട്സൈഡ്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല, അവിടെ വീടൊന്നുമില്ല. സബ്ജക്റ്റിംഗ് വൺസെൽഫ് ടു ടോറൻസ് ഓഫ് റെയിൻ ആൻഡ് ഇൻ ദ ഫ്രീസിംഗ് വിന്റർ വൺ ഷുഡ് റിമെയിൻ സബ്മേഴ്സ് ഇൻ വാട്ടർ അപ് ടു വൺസ് നെക്ക്. അപ്പൊ ഇത്രയും വളരെ സിവിയർ ആയിട്ടുള്ള ഓസ്റ്ററിറ്റീസ് ആണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഷഡ്ഗോസ്വാമിമാര് അവരും ഓസ്റ്ററിറ്റീസ് എടുത്തു. അവരെങ്ങനെ ഓസ്റ്ററിറ്റീസ്? അവർ വനത്തിൽ പോയില്ല. അവര് ഓരോ ദിവസവും ഓരോ വൃക്ഷങ്ങളുടെ അടിയിലാണ് താമസിച്ചിരുന്നത്. ഭജൻ കുടിയിൽ മാത്രം ഭജൻ ചെയ്യാൻ വേണ്ടി പോകും. ഓരോ വൃക്ഷത്തിന്റെ അടിയിലാണ്. ഒരു സ്ഥലത്ത് ഒരു പശുവിനെ കറക്കുന്നതിനേക്കാളും കൂടുതൽ സമയം അവർ നിൽക്കില്ല. അറ്റാച്ച്മെന്റ് പാടില്ല. അവരെല്ലാം ഒരുപാട് കബോർഡ്സ് ഫുള്ളായിട്ട് അവരുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. 1 or 2 പെയർ, അത് മാത്രമേ ഉള്ളൂ. അതും ഒന്ന് കഴുകി മറ്റത് ഉപയോഗിക്കും. ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, പലരും കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. അവർ ചെന്ന് അന്വേഷിച്ച് പോവില്ല ഭക്ഷണത്തിന്. ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. രഘുനാഥ് ദാസ് ഗോസ്വാമി മഹാരാജ്, അദ്ദേഹം ജഗന്നാഥ്പുരിയിലെ once in 3 days 3 drops of buttermilk, 3 drops, ആലോചിച്ച് നോക്കൂ. ആ ഒരു റിനൗൺസിയേഷന്റെ ഒരു ഹൈറ്റ്. once in 3 days, 3 ദിവസത്തിൽ ഒരിക്കല് 3 drops of buttermilk മാത്രമേ കഴിച്ചു. അതും കൂടി അദ്ദേഹത്തിന് എന്താ തോന്നിയത്? ഐ ആം സെൻസ് ഗ്രാറ്റിഫയർ എന്നാ തോന്നിയിരുന്നത്. So this is the height of their renunciation. നമുക്ക് മാസത്തിൽ 2 ഏകാദശി വരുന്നുണ്ട്. ആ 2 ഏകാദശി നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഫാസ്റ്റ് ചെയ്താണെങ്കിലും നമ്മൾ ഉപവാസം എന്ന് പറയുന്നു. ഉപവാസം ചെയ്താലും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചില ആൾക്കാർ പറയുന്നത് പട്ടിണി അടക്കല്ല, വളണ്ടറി അക്സെപ്റ്റിംഗ് ഇൻകൺവീനിയൻസ്. അതാണ് ഓസ്റ്ററിറ്റി. വളണ്ടറിലി നമ്മളെ ഇൻകൺവീനിയൻസ് അക്സെപ്റ്റ് ചെയ്യുക ഫോർ എ ഹയർ കോസ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതായില്ല, പക്ഷെ ആ സമയം മുഴുവൻ സിനിമ കാണുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുന്നു. അപ്പൊ നമ്മൾ ഫീഡിങ് ഓൾ മെറ്റീരിയൽ തിങ്സ്. അപ്പൊ അതുകൊണ്ട് ആ ഉപവാസം ഒരു കാര്യമില്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ ലീലകൾ ഡിസ്കസ് ചെയ്യുക. ഇതാണ് ഉപവാസം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് ആ സമയം മുഴുവൻ വേറെ വല്ല ഭൗതിക കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നാൽ അത് ഉപവാസമാവില്ല. So subjecting oneself to torrents of rain and in the freezing winter one should remain submerged in water up to one's neck. Freezing winterല് കൊടും തണുപ്പുള്ള സമയത്ത് നമ്മള് സബ്മേർജ്ഡ് ആയിരിക്കണം വെള്ളത്തില് അപ് ടു നെക്ക്, കഴുത്ത് വരെ. സോ ഇത്രയും ഇതാണ്. അങ്ങനെ ഇതിങ്ങനെ പോകുന്നു. One may eat foodstuffs prepared with fire such as grains. One may eat or fruits ripened by time. അത് പഴുപ്പിക്കാൻ പാടില്ല. ripened by time. One may grind one's food with mortar and stone or with one's own teeth. അപ്പൊ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇത് 11th കാൻഡോലാണ്. ഓക്കെ, വിൽ ഗോ ബാക്ക് ടു അവർ ശ്ലോക. So the yoga system is a mechanical way to control the senses and the mind and divert them from matter to spirit. The preliminary processes are the sitting posture, meditation, spiritual thoughts, manipulation of air passing within the body, that is breathing exercise, and gradual situation in trance. അങ്ങനെ slowly and gradually നമ്മൾ സമാധിയിലേക്ക് ഉയരണം. Facing the absolute person, പരമാത്മ. ആ പരമാത്മാവിനായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുകൊള്ളുന്ന പരമാത്മാവിനെ ധ്യാനിച്ച് ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ധ്യാനം. Such mechanical ways of rising to the spiritual platform prescribe some regulatory principles of taking bath daily, 3 times, fasting as far as possible, sitting and concentrating the mind on spiritual matters, and thus gradually becoming free from Vishaya or material objectives. Vishaya എന്ന് പറഞ്ഞ സെൻസ് ഒബ്ജക്ട്സ് നിന്ന് നമ്മൾ പതുക്കെ നമ്മൾ വിഡ്രോ ചെയ്യണം. എങ്ങനെ ആമ തൻ്റെ ലിംസിനെ തൻ്റെ ശരീരത്തിലേക്ക് വിഡ്രോ ചെയ്യുന്നു, അതേപോലെ നമ്മളുടെ ആ സെൻസ് ഒബ്ജക്ട്സിനെ വിഡ്രോ ചെയ്യണം. Vishaya or the material objective. Material's existence means to be absorbed in the material objective.
വിച്ച് ഇസ് സിംപ്ലി ഇല്യൂഷറി. എന്താണ് ഇല്യൂഷറി പറഞ്ഞാൽ? അത് ടെമ്പററി ആണ്. അത് നമുക്ക് പെർമനന്റ് ആയിട്ട് ശാശ്വതമായിട്ട് സുഖം തരും എന്നുള്ള തെറ്റിദ്ധാരണ. ഓക്കെ, നമ്മുടെ ഈ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് തന്നെ എന്താണ്? ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇവിടെ നമ്മൾ എപ്പോഴും നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. So house, country, family, society, children, property and business are some of the material coverings of the spirit. Atma and the yoga system helps one to become free from all these illusory thoughts and gradually turn towards the absolute person, Paramatma. അപ്പോൾ ഇതെന്നെല്ലാം വിഡ്രോ ചെയ്ത് പതുക്കെ പതുക്കെ പരമാത്മാവിൽ ഫോക്കസ് ചെയ്തിട്ട് ആ പരമാത്മാവിനെ ധ്യാനിച്ച് പരമാത്മാവായിട്ട് റീയൂണിയൻ നടക്കുന്നു. എന്താണ് ലിബറേഷൻ എന്ന് പറഞ്ഞാൽ? ലിബറേഷൻ മീൻസ് ടു റീഇൻസ്റ്റേറ്റ് us in our constitutional position. തിരിച്ച് നമ്മളുടെ ഐഡന്റിറ്റി കിട്ടുക, ശരിക്കുള്ള ഐഡന്റിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ജീവേര സ്വരൂപഹോയ കൃഷ്ണേര നിത്യദാസ്. അതാണ് ലിബറേഷൻ. ഇപ്പൊ നമ്മള് ആരുടെ ദാസായിട്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദാസായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്ന് തിരിച്ച് നമ്മളുടെ അതായത് അസ്തിത്വത്തിലേക്ക് പോകണം. അതായത് ഭഗവാന്റെ ദാസൻ എന്നുള്ള അസ്തിത്വത്തിലേക്ക്, ഐഡന്റിറ്റിയിലേക്ക് പോകണം. So by material association and education, we learn simply to concentrate on filmy things, but yoga is the process of forgetting them altogether. Modern so-called yogis and yoga system manifest some magical feats, and ignorant persons are attracted by such false things, or they accept the yoga system as a cheap healing process for distress of the gross body. അപ്പോൾ ഇന്നത്തെ കാലത്തെ യോഗ സിസ്റ്റം നമ്മളുടെ ഫിസിക്കൽ ബോഡിയെ മാത്രമാണ്, അതിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്, ഫിസിക്കൽ ബോഡി. അല്ലാണ്ട് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടല്ല. ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പൊ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. മാജിക്കൽ ഫീറ്റ്സ് എന്നാണ് പ്രഭുപാദ പറയുന്നത്. ഇറ്റ്സ് ഒരു മാജിഷ്യൻ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ, അത്രയേ ഉള്ളൂ. But actually the yoga system is the process of learning to forget what we have acquired throughout the struggle for existence. Dhritarashtra was all along engaged in improving family affairs by raising the standard of living of his sons, or by usurping the property of the Pandavas for the sake of his own sons. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം മുഴുവൻ. തന്റെ മക്കൾക്ക് കൂടുതൽ കംഫർട്ട്സ് ഉണ്ടാക്കി കൊടുക്കുക. These are common affairs for a man grossly materialistic and without knowledge of the spiritual force. He does not see how this can drag one from heaven to hell. അപ്പൊ ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ ഈ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ നരകത്തിലേക്ക് ചെന്ന് വീഴും. By the grace of his younger brother Vidura, Dhritarashtra was enlightened and could see his grossly illusory engagements, and by such enlightenment he was able to leave home for spiritual realization. അപ്പോ ആ വിതുരയുടെ കമ്പാഷൻ കാരണം, ധൃതരാഷ്ട്ര എൽഡർ ബ്രദറാണ് എങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കർത്തവ്യമാണ് തന്റെ എൽഡർ ബ്രദറെ എങ്ങനെയും രക്ഷിക്കുക ഈ ഭൗതിക ലോകത്ത് നിന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പാഷൻ കാരണമാണ് ധൃതരാഷ്ട്രക്ക് ഇതെല്ലാം വിട്ട് കാട്ടിലേക്ക് വാനപ്രസ്ഥത്തിലേക്ക് പോവാൻ ഒരു അവസരം കിട്ടിയത്. Sri Naradeva was just foretelling the way of his spiritual progress in a place which was sanctified by the flow of the celestial Ganges. Drinking water only without solid food is also considered fasting. This is necessary for advancement of spiritual knowledge. അപ്പൊ ഫാസ്റ്റിംഗ്, ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആധ്യാത്മിക തലത്തില് ഉയർന്നു വരാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. A foolish man wants to be a cheap yogi without observing the regulatory principles. ഇന്നത്തെ കാലത്ത് യാതൊരു യമനിയമങ്ങളും അനുസരിക്കാതെ ഫോളോ ചെയ്യാണ്ട് അവര് യോഗി ആവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതും നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് വിശപ്പ് സഹിച്ച് നിൽക്കുകയാണ്. ഒരാള് ഭക്ഷണം കിട്ടാതെ പട്ടിണി കഴിക്കുന്നു. രണ്ടും തമ്മിലെ വ്യത്യാസം എന്താണ്? രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നില്ല.
എന്താണ് വ്യത്യാസം? ഒന്ന് ഫാസ്റ്റിംഗ് ആണെന്ന് പറയുന്നു, ഒന്ന് സ്റ്റാർവിംഗ് ആണ്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഫുഡ്. ഒന്ന് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നു, ഒന്ന് വളണ്ടറി ആണ്, ഒന്ന് നിവൃത്തിയില്ലാതെ, ഒന്ന് ഇഷ്ടത്തോടു കൂടിയിട്ട്, മറ്റത് ഭക്ഷണം ഇല്ലാതെ നമ്മൾ സ്റ്റാർവ് ചെയ്യാണ്. പക്ഷെ രണ്ടിന്റെയും ഒരേ ഇതാണോ, ബെനിഫിറ്റ് ആണോ? അല്ല. അല്ല, രണ്ട് ബെനിഫിറ്റ് ആണ്. ഓക്കെ. So a man who has no control over the tongue at first can hardly become a yogi. അല്ലേ? രൂപ ഗോസ്വാമി നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ ഉപദേശാമൃതത്തിൽ പറയുന്നുണ്ട്. ആരാണ് യോഗി, ആരാണ് ഒരു സാധു എന്നൊക്കെ, അല്ലേ? ആരാണ്? വാചോവേഗം, മനസാക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോപസ്ഥവേഗം, ഏതാൻ വേഗാന്യോ വിഷഹേത ധീരാത് സർവം അഭിമാം പ്രീത്യം ശിഷ്യാത്. ഇതെല്ലാം കൺട്രോൾ ചെയ്യണം. എല്ലാ അർജസും, 3 ഗ്രോസ് ആൻഡ് 3 സട്ടിൽ അർജസ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ മെയിനായിട്ടുള്ള ആ ടങ്, നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അവർക്ക് യോഗിയാൻ പറ്റില്ല. ഹാർഡ്ലി ബിക്കം എ മാൻ ഹു ഹാസ് നോ കൺട്രോൾ ഓവർ ദ ടങ് അറ്റ് ഫസ്റ്റ് ക്യാൻ ഹാർഡ്ലി ബിക്കം എ യോഗി. യോഗി ആൻഡ് ഭോഗി ആർ 2 ഓപ്പോസിറ്റ് ടേംസ്. യോഗി ആൻഡ് ഭോഗി, ഒന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്തിട്ട് ജീവിക്കുന്നതാണ്. മറ്റത് ലിവിങ് ടു ഈറ്റ്, നമ്മൾ ജീവിക്കുന്ന തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഭോഗി. സോ ദ ഭോഗി or the merry man who eats and drinks cannot be a yogi, for a yogi is never allowed to eat and drink unrestrictedly. We may note with profit how Dhritarashtra began his yoga system by drinking water only and sitting calmly in a place with a spiritual atmosphere, deeply absorbed in the thoughts of Lord Hari, the personality of God. Allam, all glories to വിതുര, അല്ലെ? അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിന്റെ അനുകമ്പ കാരണമാണ് ധൃതരാഷ്ട്രക്ക് ഇതെല്ലാം അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും 11th അവറിലെങ്കിലും ഇത് സ്വീകരിച്ചിട്ട് വാനപ്രസ്ഥം സ്വീകരിക്കാൻ തോന്നിയത്, അല്ലെ? അപ്പോൾ നമുക്കും ഇതേ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും നമ്മളെ ഇതിലേക്ക് നയിച്ചത്. അപ്പൊ അവരുടെയും കൂടിയും ഒരു ഗുരുത്വം, ഒരു ബ്ലെസ്സിങ്സ് കാരണമാണ് നമുക്കും ഇങ്ങനത്തെ ഒരു അസോസിയേഷൻ കിട്ടിയത്. ഇല്ലെങ്കിൽ നമ്മളും ഇന്ന് പല കാര്യങ്ങളിലും ഇടപെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയായിരിക്കും. ഹരേ കൃഷ്ണ. സോ അടുത്ത 54 നെക്സ്റ്റ് ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവതി की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. ताय गो प्रेमानंदे. हरि हरि बोल. हरे कृष्ण.